വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ എവിടെ നോക്കിയാലും ഒരുപാട് പേര് ഈ സൺഫ്ലവർ ഫീൽഡ്സ് കാണാൻ വേണ്ടി ഗുണ്ടൽപേട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും വർത്ത് ഹൈപ്പാണോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പൊ ഇപ്രാവശ്യത്തെ റോഡ് ട്രിപ്പിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 7 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഒരു 4 hours ഡ്രൈവാണ് കാണിക്കുന്നത്. വീക്കെൻഡായ സാധാരണ ബാംഗ്ലൂർ നല്ല തിരക്കാണ്, പക്ഷെ ഇന്ന് കുറച്ച് കുറവാണ്. ആൻഡ് നമ്മൾ നേരത്തെ ഇറങ്ങിയോണ്ടാവാൻ ചിലപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എടുക്കാൻ പോകുന്ന റൂട്ട് കനകപുര വഴിയാണ് എടുക്കാൻ പോകുന്നത്. മൈസൂർ എക്സ്പ്രസ് വേ വഴി പോകുന്നില്ല. കുറച്ച് സീനിക് ആയിട്ടുള്ള റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചതാണ്. കനകപുരയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹോട്ടൽ കണ്ടു. ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബൈക്ക് റൈഡേഴ്സ് ആയിരുന്നു. അതും എല്ലാം സൂപ്പർ ബൈക്സും അടിപൊളി ബൈക്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ കുറേ ബൈക്സ് ഓടിക്കുന്നതൊക്കെ പെണ്ണുങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു നമ്മുടെ ബാംഗ്ലൂർ ടു ഊട്ടി ബൈക്ക് റൈഡ് എനിക്ക് ഓർമ്മ വന്നു. അതും ഈ സെയിം റൂട്ടായിരുന്നല്ലോ നമ്മൾ പോയതൊന്ന് ഹിമാലയനിലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് മാംഗ്ലൂർ ബണ്ണും ദോശയായിരുന്നു. മാംഗ്ലൂർ ബൺ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടമായി. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ശരിക്കും കനകപുര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇതേപോലെ പച്ചപ്പും ഹരിതാപവും കൃഷിയും പാടങ്ങളും വയലുകളും ഒക്കെയാണ്. ഒരു റിലാക്സ്ഡ് വീക്കെൻഡ് ഗെറ്റ് അവേ ഒരു വൈബാണ് നിങ്ങൾ പിടിക്കണമെങ്കിൽ ഈ വഴി എന്തായാലും എടുത്തു. കുറച്ച് ലോങ് ആണെങ്കിലും പക്ഷേ ടോൾസ് ഒന്നുമില്ല ഈ വഴിയാണെങ്കിലും. നല്ല റോഡ്സും ആണ്. അതും ഭയങ്കര റഷോ ട്രാഫിക്കോ ഒന്നുമില്ല. ഞങ്ങള് മല്ലവള്ളി കഴിഞ്ഞു, ചാമരാജ് നഗറിൽ പോകുന്ന വഴിയാ. അപ്പൊ നമ്മളിവിടെ കരിമ്പും കട കണ്ടു. അപ്പൊ കരിമ്പ് പിടിക്കാന്ന് വിചാരിച്ചു ഇവിടെ ഇറങ്ങി. എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കരിമ്പൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അത് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. ആക്ച്വലി ഇവിടെ ഈ സ്ഥലങ്ങളിൽ തന്നെ കൃഷി ചെയ്ത് അവർ സൈഡുകളിൽ ഇങ്ങനെ വിൽക്കുന്നതാണ്. മല്ലവള്ളിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിതാ ഇതേപോലെ മലനിരക്കുകളൊക്കെ കാണാൻ തുടങ്ങും. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇവിടെ അടുത്താട്ടോ ഈ കർണാടകയുടെ ഒക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോൾസ് ഉള്ളത്. ശിവനസമുദ്ര എന്ന് അതിൻ്റെ പേര്. നമ്മൾ ഇറക്കത്തൊന്നുമില്ല, അവിടെ ആക്സിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വ്യൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് ഈ ഗുണ്ടൽപേട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ബാംഗ്ലൂർക്ക് വരാനുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ചാമരാജ് നഗർ എത്തി. അവിടെ നിന്ന് ഗുണ്ടൽപേട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെൽക്കം ടു ഗുണ്ടൽപേട്ട് എന്നുള്ള ബോർഡൊക്കെ കാണാം. ഇവിടെ എത്തിയപ്പോൾ തൊട്ട് എൻ്റെ കണ്ണ് മുഴുവൻ ഇങ്ങനെ പരന്നുകൊണ്ടിരുന്നത് സൺഫ്ലവർ ഫീൽഡ്സ് കാണാനായിട്ടായിരുന്നു. മൊത്തത്തിലൊരു ഡ്രൈ നല്ല സണ്ണി ആയിട്ടൊരു കാലാവസ്ഥയായിരുന്നേ. ഇവിടെ സാധാരണ ജൂലൈയൊക്കെ ആകുമ്പോൾ നല്ല മഴയല്ലേ വരണ്ടേ. ഇവിടെ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, നല്ല സണ്ണിയാണ് കാലാവസ്ഥയൊക്കെ. അപ്പം എനിക്ക് ചെറിയ ഡൗട്ട് അടിക്കാൻ തുടങ്ങി, ഇനി സൺഫ്ലവർ ഫീൽഡ്സ് കാണാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ സൺഫ്ലവർ പാടമൊക്കെ തപ്പി നമ്മൾ ഇറങ്ങി ഗുണ്ടൽപേട്ട് എത്തി. ഇവിടെ സൺഫ്ലവർ പാടങ്ങൾ കണ്ടു, പക്ഷെ എല്ലാം ചെറിയ 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 സൺഫ്ലവേഴ്സാ. ചില സ്ഥലങ്ങളിലൊക്കെ കരിഞ്ഞ് നിൽക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല വലിയ പാടം കാണുകയാണെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ ഈ ഗോപാലസ്വാമി ഹിൽസിന്റെ അവിടെ നിന്ന് ഒരു ടേൺ എടുത്തപ്പോൾ ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തി. കാണിച്ചു തരാം കേട്ടോ. ശരിക്കും എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത അത്ര ഭംഗി എനിക്ക് തോന്നിട്ടോ. നല്ല മലനിരക്കുകൾ, അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കൃഷി, പക്ഷെ അതിന് ഫുൾ വൈറ്റ് കളർ ഫ്ലവേഴ്സാണ്. അതെന്ത് ചെടിയാന്ന് എനിക്കറിയത്തില്ല. വെജിറ്റബിൾ ആണോ ഫ്ലവർ ആണോ എന്താ അതിൻ്റെ എടുക്കണേന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴാട്ടോ പറഞ്ഞ ഈ വഴി പോയാൽ കുറേ സൺഫ്ലവർ ഫീൽഡ്സ് കാണാൻ പറ്റും എന്ന് പറഞ്ഞ്. പക്ഷേ സൺഫ്ലവർ ഫീൽഡ്സിൽ ഇപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം വാടിയാണ് നിൽക്കുന്നത്. സൺഫ്ലവേഴ്സൊക്കെ അത്രയും വലുതൊന്നും കാണാൻ സാധിച്ചില്ല. ഈ റൂട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ഉണ്ട്. ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇതേപോലെ ഒരു മാരിഗോൾഡ് അല്ലെങ്കിൽ ബന്ദികൃഷിയുടെ ഒരു തോട്ടം കണ്ടു. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. ഈ തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫീസ് കൊടുക്കണം. അപ്പോൾ ഇവിടെ 20 rupees ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓറഞ്ചിൻ്റെയും യെല്ലോൻ്റെയും ഒരു പാരഡൈസ് എന്ന് തന്നെ പറയാം. ഞങ്ങളിവിടെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ച് സണ്ണി ആയിട്ടുള്ളൊരു ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ എന്നാലും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഫീ കൊടുത്ത ചേട്ടനല്ലേ, ആ ചേട്ടൻ പറയണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ മഴ കുറവാണ്, അതുകൊണ്ടാണ് ചെടികളൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടും ഒക്കെ നിൽക്കുന്നത്. അതായത് ഓഗസ്റ്റ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ എല്ലാം നല്ല ലഷായിട്ട് നല്ല ഭംഗിയിലൊക്കെ നിൽക്കുന്നുണ്ടാവുമെന്ന്.
ഞങ്ങൾ അവരോട് ചോദിച്ചു ഇവിടെ അടുത്ത് എങ്ങാനും സൺഫ്ലവർ ഫീൽഡ്സ് ഉണ്ടോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമോ, അപ്പോൾ അവിടെ ഒരു സൺഫ്ലവർ ഫീൽഡ് ഉണ്ടെന്ന്. പിന്നെ ഫുൾ ഹാപ്പി ആയി, കാരണം നമ്മൾ കാണാൻ ഇത്രയും ദൂരം ഓടിച്ചു വന്നത് ഈ സൺഫ്ലവർ ഫീൽഡ് കാണാനും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി ലെഫ്റ്റ് സൈഡിലായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ചെറിയൊരു തോട്ടം ഉണ്ടായിരുന്നു. ഈ തോട്ടത്തിന് മുന്നിൽ ഇങ്ങനെ 1-2 ആൾക്കാരുണ്ടാവും. അവർ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പെർ ഹെഡ് ഒരു 20 റുപ്പീസോ 50 റുപ്പീസോ ഒക്കെ ചാർജ് ചെയ്യും അവരുടെ തോട്ടത്തിൽ കയറാനൊക്കെ ആയിട്ട്. ചെറിയൊരു തോട്ടമായിരുന്നു, പക്ഷെ എന്നാലും സൺഫ്ലവേഴ്സൊക്കെ നമ്മുടെ ഒപ്പം തന്നെ ഹൈറ്റിൽ നല്ല നല്ല ഫുൾ ബ്ലൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ എല്ലാ സൂര്യകാന്തിയും ഒരു സൈഡിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുന്നത് കാണാമോ? അതെല്ലാം സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണല്ലോ ഇതൊക്കെ. എല്ലാം ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കും. ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല നല്ല കുറേ ഓർമ്മകളും അവിടെ ഞങ്ങൾക്ക് സമ്മാനിച്ചു. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇസ് ഇറ്റ് റിയലി വർത്ത് ട്രാവലിംഗ് 4 hours just to see a sunflower garden or a sunflower field? For me it was. കാരണം എനിക്ക് ഈ ഒരു റോഡ് ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു റിലാക്സിങ് റോഡ് ട്രിപ്പായിരുന്നു എനിക്ക്. ആൻഡ് ഐ വാസ് ഏബിൾ ടു സ്പെൻഡ് സം ഗുഡ് ക്വാളിറ്റി ടൈം വിത്ത് മൈ ഫാമിലി. ഒരു കാര്യം പറയാനുള്ളത്, ഐ വുഡ് സേ ഇത്രയും ദൂരം വരുമ്പോൾ യു ക്യാൻ പ്ലാൻ ഒരു സ്റ്റേ ഒക്കെ വേണമെങ്കിൽ. ആൻഡ് ഇവിടെ ഫുഡ് സ്പോട്ട്സും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കുറവാണ്. സോ പ്ലാൻ സംതിങ്, എന്താ പറയുക, അല്ലെങ്കിൽ ക്യാരി സംതിങ് വിത്ത് യു ഫോർ ഫുഡ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒരു ടെൻഡർ കോക്കനട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ കൊടുക്കണം. And see you in my next one. Take care. Bye-bye.